നമ്മൾ അഗത്തീനോട് വിട പറയാൻ വേണ്ടി പോവാണ്. കവരത്തിന്ന് വേറെ ഏതൊക്കെ ദ്വീപിൽ കൂടെയാണ് പോകുന്നത്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇതിനാണ് വെള്ളം തുറന്നിട്ട് നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് കുറച്ച് മാസ് വാങ്ങാൻ വന്ന മാസ് ഉണക്കുന്ന സ്ഥലവും അകത്തിയിലുള്ളത് കേട്ടോ. പറഞ്ഞിട്ട് അതിൽ വെക്കും. അതിൽ വെച്ചിട്ട് പുക കൊടുക്കും. പിന്നെ അതിനകത്ത് വെയിലത്ത് വെക്കും. ഒന്ന് ഉണങ്ങിയാൽ പിന്നെ ശ്രീലങ്ക, കൊളംബോ അതൊക്കെ ആയിട്ട് കുറച്ച് മാസം മേടിക്കാൻ വന്നു. ഞാൻ വയനാട് വന്നിട്ടുണ്ടോ? അതെ, മാസം വാങ്ങി അടിപൊളി. ദ്വീപത്തെ ഒരു പ്രത്യേക സാധനമുണ്ട്, ഒരു അലുവ, അത് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഐസ് പ്ലാന്റ് എന്താ ഇവനിക്കാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഓനാദ്യം വേണ്ടാതെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്കും വേണം. ഇയാൾക്ക് പിന്നെ ഒന്ന് വേണ്ടാന്ന് എന്ത് വേണ്ടത്. ഉള്ള ഫുള്ള് ഇവിടെ ദ്വീപിലുള്ള ഫുള്ള് കൊണ്ടായാലും അവിടെ കാലിയാവും എനിക്ക് തോന്നുന്നത്. ആ എന്തില് പൊക്കടയാ പക്കുവട, അതിനായി പൊക്കട എന്ന് പറയുന്നത്. ഇവിടുത്തെ സപ്പോർട്ട അച്ചാർ മേടിച്ചോ? അച്ചാർ 3 ബോട്ടിൽ വേണം. അതെടുത്തോ ഓരോ ഇതങ്ങൾക്ക് 2 വേണം. ഓരോന്ന് എടുത്താൽ പൈസ 2 എന്നാ എടുത്തോ. അപ്പോൾ എത്ര എടുത്ത്? 2, 4, 5. എണ്ണൊന്നും വേണ്ട. അതാണ് കച്ചവടക്കാരാണ്. 10 ലക്ഷം രൂപ ഒരാൾപ്പം തന്നെ ഇതാണ് ആവിത്താത്ത. സ്കൂളിൽ പോയി ഒന്നിവിടെ ഭർത്താവ് ഈസ്റ്റേൺ ജെട്ടിൻ്റെ അടുത്തൊരു കട ഉണ്ട്. ആ കട നടത്തുന്ന ആളാണ്. ഈസ്റ്റേൺ ജെട്ടിൻ്റെ അടുത്തുള്ള ചായക്കടയാണ്. സ്റ്റേഷൻ കടയാണ്. കണ്ടോ? ഇത് മൊത്തം ബിസിനസ്. പിന്നെ ചെറിയ ബിസിനസ്സേ ഉള്ളൂ. ചെറിയ ബിസിനസ്സേ ഉള്ളൂ. വലുതൊന്നും ഇല്ല നമുക്ക്. ഉയർന്ന് വരട്ടെ. ഒരു ഇതിന് എത്ര ഇത്ത? എന്ത് അച്ചാറിന്? 150. ഇപ്പൊ എത്ര? 10 1500 അച്ചാർ. എത്രയാ ഒന്നിന്? 25 എന്ന് പറയുമ്പോ 100. എല്ലാം പുറത്ത് വരും. ചെട്ടിയിൽ ഒരു ഹോട്ടലിൽ രാവിലത്തെ നാസ്താക്കാൻ വേണ്ടി വന്നിരുന്നു. ഇതൊന്നും അവിടെ സ്പെഷ്യലി നോക്കാം. എന്താ ഉള്ള കയ്പ്? കോഴിക്ക് എന്താ ചൊല്ലിയ?
2 പൊറാട്ടയും അളിയൻ എന്താ ചൊല്ലിയ 2 ദോശ തിന്നോ ആവോ? അയ്യോ നിങ്ങളെ ഫ്രണ്ട് വയക്കാൻ്റെ സാധനം വന്നില്ലേ? എങ്ങനെയുണ്ട്? ഇതെന്താ മീന്? അയക്കൂറ. ഞാൻ മറ്റേ ചൂണക്ക പറഞ്ഞ ചൂണ. അയക്കൂറ നമ്മളവിടെ ഇപ്പം കഴിക്കുന്നില്ല. കസർ എന്ന് പറഞ്ഞാൽ ചുരുക്കല. അത് ഏത് നിസ്കരിക്കും? ആ കാതറുപ്പാനെ വിളിച്ചു വെച്ചേ. കുഴപ്പമില്ല, നിങ്ങളെ നമ്മൾ പോക്കിയിട്ട് പോന്ന അമ്മായിക്ക് കാണിക്കേണ്ട തെളിവ്. അളിയനെ ആള് പോക്കി അമ്മായി. ആ കപ്പലിലാണ് പോണ്ടിയത്. ആ കപ്പൽ അതാണ് കാണുന്നില്ല. ഇവിടെ കപ്പൽ എല്ലാവർക്കും ഷേപ്പ് ഉണ്ട്. കയാക്കിക്കല്ലേ പോയ അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അഗത്തിനോട് ടാറ്റ പറഞ്ഞു പോവാണ്. ഇത് അഗത്തിയിലുള്ള ഈസ്റ്റേൺ ചെട്ടി എന്നാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളെ അടുത്ത വിസിറ്റിങ്ങിന് ഇവിടെ അഗത്തി വരും. അഗത്തിയിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരെന്ന് വെച്ചാൽ എമ്മാതിരി സ്നേഹമുള്ള ആൾക്കാരാണ്. പറ്റിക്കാൻ അറിയാത്ത നിഷ്കളങ്കരായ മനുഷ്യന്മാരുടെ നാടാണ് ലക്ഷദ്വീപിലുള്ള ഓരോ ദ്വീപിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ വരിക, എക്സ്പ്ലോർ ചെയ്യുക, ഇവരെ സ്നേഹം അനുഭവിക്കുക, കാണുക, നമ്മളെ സ്നേഹം അവർക്ക് കൊടുക്കുക, കണ്ടാസ്വദിച്ചിട്ട് തിരിച്ചു പോവുക. ഓക്കെ യൂൻസാ, ഈ ദ്വീപിലുള്ള ആൾക്കാരെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? നിഷ്കളങ്കർ, ആർക്കും ആരെയും പറ്റിക്കാൻ സുഖമായിട്ട് കഴിയും. അവരാരെയും പറ്റിക്കണം എന്ന് ആഗ്രഹമില്ലാത്ത ആൾ, അങ്ങനത്തെ ഒരു പൈസ വേണ്ടാന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ചിരിക്കാത്ത മുഖം ഞാനിവിടെ കണ്ടിട്ടില്ല. ചിരിക്കാത്ത മുഖം ഞാൻ കണ്ടത് ആകെ പേരിൻ്റെ മുഖമാണ്. അതൊക്കെ പേടിച്ചിട്ട് ആയതാണ് സംഭവം. ബോട്ടിൽ പോയപ്പോൾ കരച്ചിൽ മാത്രമേ ഉള്ളൂ. ബോട്ടിൽ പോയപ്പോൾ നുള്ളിയിട്ട് പോയതിൻ്റെ തൊട പൊട്ടിയിട്ടുണ്ടെന്നാണ്. പിന്നെ ഒരു കത്തവും തീർത്തിക്കണേ. ബംഗാരം പോയി തിരിച്ചു വരുമ്പോൾ ഒരു കത്തം തീർത്തിക്കണേ. യാസിന് അടുത്ത ലാസ്റ്റ് ദൂരത്ത് ഓതാൻ നിൽക്കണേ. ഞാൻ പിടിച്ചു മതിക്ക് എത്തിക്കണേ. കോയക്കാക്ക് എന്താ അഭിപ്രായം? അകത്തി വന്നിട്ട് എല്ലാവരും നല്ല മനുഷ്യന്മാരാണ്, നല്ല സ്നേഹം കൊണ്ട് കോടീശ്വരന്മാരെല്ലാവരും ഭയങ്കര സ്നേഹം. ചിരിച്ച മുഖം കൊണ്ട് എല്ലാവരും നമ്മളെന്ത് പറഞ്ഞാലും എന്താണെങ്കിലും അവർ ചോദിച്ചാലും എല്ലാം തരാൻ തയ്യാറാണ്. അത്രയും സ്നേഹമുള്ള നമ്മളെ സ്വന്തം സുഹൃത്തും നമ്മുടെ എല്ലാ വഴികാട്ടിയും നമ്മളെല്ലാമായ സലീംക്കാന്ന് നമ്മളിപ്പോൾ പറയും. പക്ഷെ നമ്മളെ സ്വന്തം അളിയനാണ്. അളിയൻ കവരത്തിയിലുള്ള ആളാണ്. ഹൃദയമല്ല, മൂപ്പര് ശരീരം മൊത്തം നമുക്ക് തന്നിക്കാണ്. അളിയാ, എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ നമ്മളെ? അടിപൊളി. ഞങ്ങൾ ഹാപ്പിയാണ്. നമ്മളെ നിലത്ത് വെച്ചിട്ട് ഇതാ വേറൊരു കാക്ക ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ണൂർക്കാരെ റാഫി, മുഹമ്മദ് റാഫി. സിംഗിൾ മാനാണ്, റൊമാൻറ്റിക് അല്ല. അയ്യോ, എന്താ കഴിക്കുന്നത്? മുട്ടായോ? ഇതെല്ലാം അവിടെ കിട്ടുന്ന സാധനമല്ല. കപ്പലിലേക്കുള്ള ബോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കപ്പലിലേക്ക് കയറിപ്പോയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഗുഡ് ബൈ അകത്തിന്ന് യാത്ര പോവുകയാണ്. കപ്പലിലേക്ക് പോവാണ്. കപ്പലവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ജെട്ടിയിലേക്ക് അടുത്തിട്ടില്ല.
കടൽ കുറച്ച് റഫിലുണ്ട്. ജെട്ടിയിൽ അടുത്തിട്ടില്ല. അവിടെ വേറൊരു വാർഫുള്ളതുകൊണ്ട്, വാർഫല്ല എന്താ പറയുക, വേറൊരു കപ്പലുണ്ട്. ഇല്ല റാഫിക്ക, നമ്മൾ ലഗേജെല്ലാം നമ്മൾ അളിയനുള്ളത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ആർക്കും അലോഡ് ചെയ്യുന്നില്ല. നമ്മളെ അളിയനാണ് എല്ലാം നമ്മളെ സഹായിച്ചത്. ലഗേജ് ഇവിടെ ഫസ്റ്റ് കൊണ്ടുവച്ചതുകൊണ്ട് ഇവിടെ നിർത്താൻ മതി, അല്ലെങ്കിൽ ഇത്ര ദൂരം നമ്മൾ അതുകൊടുത്ത് നടക്കണം. കപ്പലിലേക്ക് കയറാൻ പോവാണ്. ബാക്കിയുള്ള കാഴ്ചകൾ കപ്പലിൽ കയറിയിട്ട് കാണാം. വെള്ളത്തിൽ കൂടെ പോകുന്നല്ല, ഫോണൊക്കെ എടുത്തിട്ട് ബാഗിൽ വെക്കട്ടെ ഭദ്രമായിട്ട്. ഇതിനാണ് ഇവിടുന്ന് കയറുന്നത്. ഇത്ര ബുദ്ധിമുട്ടിയിട്ട് ആൾക്കാർ ഇവിടെ അടുത്ത ബോട്ടിലെ ആൾക്കാർ ഇറങ്ങാൻ റെഡി നിൽക്കുകയാണ്. കുറച്ച് കഷ്ടപ്പാടാണ് ഇവരെ കാര്യങ്ങൾ. യാത്ര ഒന്ന് കൈ പിടിച്ചു കൊടുക്കും, ഒന്ന് കൈ പിടിച്ചു കൊടുക്കും. ലൈമാൻ അവിടെ ഇട്ടോ. എന്തെങ്കിലും അടിയിൽ വെച്ചിട്ടേ സേഫ്റ്റി ലാൻഡിങ് ചെയ്യാൻ ഇതൊരു കൺട്രോൾ പരിപാടി അല്ലേ? 2 കയറിൻ്റെ മുകളിലാണ് പരിപാടി. ഇങ്ങനെ ഇളകിക്കൊണ്ടേ നിൽക്കല്ലേ. നമ്മൾ ഷിപ്പിലേക്ക് പോവാണ്. കറങ്ങലിനങ്ങനെ ആളെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുള്ളതാണ് കഴിഞ്ഞിട്ട്. ഇനി ഇങ്ങോട്ടേ കാണില്ല. ആള് കഴിഞ്ഞു. കാണുന്ന ഓട്ടോ കൂടെ കയറണം. ഷിപ്പിലൂടെ കയറി എല്ലാവരും ലഗേജ് പോതില്ല. എങ്ങോട്ടാ പോണ്ടിയെ? ഇതില്ല, നമ്മൾ പാർസൽ എടുത്തില്ല, ആ പൊട്ടിക്കേണ്ടി വരും. അതാ ഇത് അല്ല, അതിലെന്ത് തിന്നാണല്ലേ, അതല്ല അതിലാണ് പൊട്ടിക്കേണ്ടി വരും. ഫുഡ് നോക്കിയിട്ട് പോവാണ്. അയ്യോ, ഇങ്ങോട്ടൊക്കെ ആട്ടം കൂടുതലാണ് കേട്ടോ. അല്ല മേലെ ആട്ടം കൂടുതൽ. ആ ഇപ്പൊ ആടി ആട്ടം സുഹൈൽ ആർക്ക് നോക്ക്. സുഹൈൽ മാത്രമല്ല ഞാനും ആടി. ഇടിച്ചു കിടന്നോ? ഭയങ്കര ആട്ടം ആടുന്നുണ്ട്. അടിപൊളിയാ, യാത്രയല്ല അടിപൊളിയാണ്. ഭക്ഷണശാല എന്ന് പറയുന്നത് ബങ്ക് ക്ലാസ് യാത്രക്കാർക്കുള്ള ഭക്ഷണശാല. പക്ഷേ ഇല്ല, ഫുഡില്ല. ഇനിയും താഴേക്ക് പോയേക്കണം. എന്തൊക്കെയുള്ള ഒതു എടുക്കുന്ന സ്ഥലം, ഒതുവിന് ശേഷമുള്ള ദുആ, നിസ്കാരമുറി എല്ലാം ഉണ്ട് കേട്ടോ. കപ്പലിൽ ദീനിയായ കപ്പലാണ്. നമ്മളിപ്പോൾ കവരത്തി ഷിപ്പിലാണുള്ളത്. കവരത്തി ടു കൊച്ചി. ഇപ്പോൾ നമ്മൾ അകത്തിൽ നിന്ന് ഇപ്പോൾ വിടാൻ പോവാണ്. നമുക്ക് കാണാൻ വായിക്കാണല്ലോ, നമ്മൾ കടലിലെ നടുക്കടലിലായിരുന്നു. ഇവിടുന്ന് ഏതാനും നിമിഷങ്ങൾക്കകം വണ്ടി പുറപ്പെടുന്നതായിരിക്കും. ഇപ്പോൾ ജെട്ടിയിൽ നിന്ന് ആൾക്കാരെ ബോട്ടിൽ ഇതാ ഇങ്ങനെ കൊണ്ടുവരും ഷിപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ആ ജെട്ടിയിലേക്ക് അടുക്കണമായിരുന്നു ഷിപ്പ്, പക്ഷേ അടുത്തിട്ടില്ല. അവിടെ വേറൊരു ഷിപ്പ്, പിന്നെ ലോഡ് ചരക്ക് ഷിപ്പാണ്, അതവിടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുക. അത് കാരണം ഈ ഷിപ്പ് അവിടെ അടുത്തിട്ടില്ല. അപ്പോൾ അവിടുന്ന് ജെട്ടിയിൽ കയറിയിട്ട് ഇതാ ഇങ്ങനെ ബോട്ട് വഴി ഇങ്ങനെ വരണം. പക്ഷേ ഈ ബോട്ടിൽ നിന്ന് കടലിൽ അല്ല ഈ കപ്പലിലേക്ക് കയറുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. ആടി 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 വല്ലാതെ ആടും. വീണ്ടും ഫുഡ് തേടി അലയുകയാണ്. രാവിലെ നിങ്ങളെ കണ്ട പൊറാട്ട ഞങ്ങൾ തിന്നത്.
പൊറാട്ട നേടിയത് എത്തുന്നില്ല. ഫുഡ് തപ്പിയിട്ട് പോതാ കോയക്ക്. കോയക്ക കിട്ടുമായിരിക്കും അല്ലേ? ഞാൻ അവസാനം കഫറ്റേരിയയിൽ എത്തിയിട്ടുണ്ട്. കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഒരു മന്തി, ആ ഒരു അൽഫാം, ഉള്ള തന്നെ ഇവിടെ വരുമോ? ആ പിന്നെ ഒരു മന്തി, ഒരു അൽഫാം, ആ ഹാഫ് അൽഫാം, ഇത് എന്താ പറയുക പെരിപ്പിരി, ആ പിന്നെ ഒരു 5 സാൻഡ്വിച്ച്, 2 പേക്ക് മലക്കേന്ന് വളർത്തത്, അതിന് പൈസ അയക്കാം. പിന്നെ ഒരു പേക്ക് ഡോണറ്റ്സ്. അയ്യോ പിരിപ്പിരിയാ പോലെ പറഞ്ഞ അങ്ങനെ മന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഡസ്റ്റ്ബിൻ്റെ കടുപ്പം കൊണ്ട് ഇതാ മന്ന. ഇതൊക്കെയാണ് മന്തിയും. ഇത് മന്തി ഇതിലേതാ മന്തി? അങ്ങോട്ടിരിക്കുക. വാ വാ അങ്ങോട്ടേക്ക് ഇരിക്കാം. ചായ എന്തായാലും കുഴപ്പമില്ല, ഓനിക്ക് വേണ്ട. കവരത്തി ഐലൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അനാർക്കലി ഷൂട്ട് ചെയ്ത കവരത്തി ഐലൻഡ്. പക്ഷേ നമുക്ക് അവിടെ ഇറങ്ങാനുള്ള പെർമിറ്റില്ല. പെർമിറ്റില്ലായിട്ടല്ല, നമ്മൾ ഡയറക്റ്റ് പോവാണ്. ആ വല്ല അളിയമ്പടെ ഇറങ്ങുന്നതാണ് കവരത്തിയിൽ. നമ്മളെ ഇതാണ് അളിയൻ്റെ നാട്. പൈസ മാണ്ടളിയാ നിങ്ങളെ സ്വാമി. അളിയൻ്റെ പിന്നെ അമ്മായിൻ്റെ നമ്പർ തരണേ. നിങ്ങള് എന്തായോ വരാം. നമുക്ക് സ്നേഹം ആദ്യമായി ഐഡന്റിറ്റി വന്ന ഇതാണ്. അകത്തൊന്നും ജസ്റ്റ് ഇറങ്ങി അപ്പം തന്നെ ഒരു ഇത്ര ചാൻസ് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അവർക്ക് കഴിഞ്ഞ വെച്ചായില്ലേ എല്ലാവരും പേടിച്ചിട്ട് വെക്കുന്നത്. ഇതാണ് കവരത്തിയിലുള്ള ബോട്ടിൽ നിന്ന് ഷിപ്പിലേക്കുള്ള ചാട്ടം. ഗ്യാപ്പ് കാണുന്നുണ്ടോ? അയ്യോ പഠിച്ചോനെ. അടുത്ത ലെവലിൽ ഒരു കയറണം. ഓ
അടുത്തത് ഒരു പ്രായമായിട്ടുള്ള ഒരാളാണ്, പാവം. എങ്ങോട്ടാ പോന്നെ? നിസ്കരിക്കാൻ പോന്നാ? ഇത് നമ്മളെ ആന്ധ്രോത്ത് ദ്വീപിലുള്ളൊക്കെയാ. നമ്മളെ വെല്ലിൻ്റെ കുറ്റ സുഹൃത്തും യൂണിസിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടുമായ വെല്ലി ഞങ്ങളിവിടെ എത്താൻ കാരണക്കാരനായ വെല്ലിനെ കാണാൻ വേണ്ടിയിട്ട് യൂണിസ് ഓടുകയാണ്. യൂണിസിൻ്റെ ബാല്യകാല സുഹൃത്താണ് വില്ലി. വില്ലിയും അളിയനും റിലേറ്റീവ്സാണ്. രണ്ടുപേരും ഇവിടെ ഇറങ്ങാൻ പോവുകയാണ്. കഴിഞ്ഞ 5-6 ദിവസമായിട്ട് നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഈ ഷിപ്പിലെ ടിക്കറ്റും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് അളിയനാട്ടോ. അപ്പോൾ അളിയൻ്റെ നാടാണ് കവരത്തി. കവരത്തിയിലെ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ കൂടിയാണ് അളിയൻ. ലീവാക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അടുത്ത 2 ദിവസം കഴിഞ്ഞാൽ അളിയൻ എനിക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ അളിയൻ നമ്മുടെ കൂടെ കൊച്ചിയിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇവിടെ ഇറങ്ങുകയാണ്. ഓരെന്തൊക്കെയാ സാധനങ്ങൾ കൊണ്ടു തന്നിട്ടുണ്ട്. എന്താ ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു സ്നേഹം പറയണ്ട. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ. എവിടെയെങ്കിലും പോവാ. ഇതാണ് നമ്മൾ കിടക്കുന്ന നമ്മളെ മണിയറ. ഫുഡ് നമ്മളിതാ ഡെക്കിൽ, കപ്പലിൻ്റെ മേലെ ഡെക്കിൽ കയറിയിട്ട് ഏറ്റവും ടോപ്പിൽ വന്ന് ഇതാ ഇവിടുന്ന് കഴിക്കാൻ പോവാണ്. എന്തൊക്കെയുള്ള നോക്കിയാ മൂപ്പര് 5ഉം കഴിക്കൂ. അതാണ് കഴിച്ചാ എങ്ങനെയുണ്ട്? നാട്ടിലത്തെ സെയിമാ. ഇതാണ് രാത്രി കാഴ്ച. ഷിപ്പിൽ നിന്നുള്ള രാത്രി കാഴ്ചയാണിത്. എല്ലാ ആൾക്കാരും ഡെക്കിലേക്ക് വരുത്തു തുടങ്ങിയിട്ടുണ്ട്. കവരത്തി നിന്ന് വിട്ട് കവരത്തി ഐലൻഡ് അങ്ങോട്ട് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗുഡ് ബൈ കവരത്തി അകത്തിന്ന് വന്നുകൊണ്ടേ അവരത്തിന്നായിപ്പോയി. ബാത്റൂം, ഷിപ്പിലെ ബാത്റൂം നല്ല മണം. അങ്ങനെ കൽപ്പേനി ഐലൻഡ് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുന്ന് കാണുന്ന കാഴ്ച. നമ്മളെ അപ്പർ ഡെക്കിലേക്ക് പോവാം. ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സമയം കിട്ടിയാൽ ചെയ്താലാണ് കേട്ടോ. എല്ലാവരും കാണുന്ന ആൾക്കാരൊക്കെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ലക്ഷദ്വീപിൽ വിസിറ്റ് ചെയ്തിട്ട് എങ്ങോട്ടാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പ്രാവശ്യം കപ്പലിൽ യാത്ര ചെയ്യുക. അപ്പോൾ ഏതാണ്ട് എല്ലാ ദ്വീപിലേക്കും കപ്പൽ സർവീസ് നടത്തും. ഇതിപ്പോൾ ഞങ്ങൾ അകത്തിന്ന് കയറി കവരത്തിന്ന് വീണ്ടും ഇതാ കൽപ്പേനി വന്ന് കൽപ്പേനിയിൽ നിന്ന് ഇനി ഇത് ഇവിടെ ടൂറിസ്റ്റുകളെ ഇറക്കിയിട്ട് ആന്ധ്രോത്തിലേക്ക് പോകും. ഇത് തിരിച്ച് വൈകുന്നേരം ആ ടൂറിസ്റ്റുകളെ കയറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊക്കെ തന്നെ വരും. എന്നിട്ട് ഇവിടുന്ന് വീണ്ടും
ഡയറക്റ്റ് കൊച്ചിയിലേക്ക്. എത്ര പൈസ മുടക്കിയ ആൾക്കും ഇവിടെ ഇതിൻ്റെ അപ്പർ ഡെക്കിൽ കയറിയാൽ ഒരേ വൈബാണ്. 300 രൂപ കൊടുത്താക്കൂ, 3000 രൂപ കൊടുത്താക്കൂ, ഇതിൻ്റെ മുകളിൽ കിട്ടും ഒരേ വൈബ്. ഇതൊക്കെയല്ലേ നമ്മൾ ആസ്വദിക്കേണ്ടേ. ട്രാഫിക്ക എങ്ങനെയുണ്ട്? വൈബ് എങ്ങനെയുണ്ട്? വൈബ് മാತಾಡಂಗಿಲ್ಲ, സക്കത്താಗಿದೆ. സക്കത്താകിയതാ? അതൊന്നും മലയാളത്തിൽ പറയോ? കാരണം നമ്മളെ പ്രേക്ഷകരൊക്കെ മലയാളികളായിരിക്കും. വൈബ് സൂപ്പറാണ്. പുതിയ 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 എക്സ്പീരിയൻസ്. പിന്നെന്താ പറയുക, നമ്മൾ വിചാരിക്കാത്തത്ര നല്ല ഒരു വൈബ് തന്നെയാണ് ഇവിടെ. ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കണ്ടേ? ഇതല്ല ഫ്രെയിം, ഇതൊക്കെയാണ് ഫ്രെയിം. എവിടെ വെച്ചാലും ഫ്രെയിം. ഇതൊക്കെയാണ് ഫ്രെയിം. ഇതാ ഫ്രെയിം കാണുന്നത്, എവിടെ വെച്ചാലും ഫ്രെയിം. ബാക്കിൽ ബോട്ട്, ഷിപ്പ്, അതാ സൂര്യോദയം, മുമ്പിൽ 2 നല്ല മങ്കന്മാർ. എന്താ കഴിക്കുന്നേ നീ ഉച്ചക്കെന്നാ? ഉച്ചക്ക് വെജ് പലാവ്, തന്നെ മസാല ദോശ, ബാവു ബജി. ബാഹുബലി. ഇത് നിങ്ങളെ ഇതെന്നെ പറഞ്ഞോ? എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന ബിരിയാണി കഴിക്കണം ഉച്ചക്ക്. പിന്നെ എന്താ പറയാ, ഉച്ചക്ക് പോരെ? ഉച്ചക്ക് ബിരിയാണി മതി. ഉച്ചക്ക് ബിരിയാണി മതി. തേങ്ങ വെള്ളം. എന്റെ ഫ്രണ്ട് നാസർ ഭായി കൊടുത്തു വെച്ച ഇളനീരുണ്ട്. ഒരു 10-25 ഇളനീർ കൊടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കഴിക്കും, ഉച്ചക്ക് കഴിക്കും. ആ ഇളനീരിൽ ഒന്നിന് ശേഷം ഇളനീർ എല്ലാം നിനക്കണം. അയ്യോ, എന്താ സുഹൈൽ ഇങ്ങനെ ഇരിക്കുന്നത്? എന്താ എനിക്ക് കപ്പൽ യാത്ര എന്തൊക്കെ പറയാനുള്ള? പിന്നെന്താ അതിന്റെ മുഖം ഇങ്ങനെ ഉള്ളുപോയ? എന്തിനാ എന്തിനാ ഇങ്ങനെ ഉൾഭയപ്പെടുത്തേ? എന്തിനാ? അസ്വസ്ഥതയാ? എന്തിനെ അങ്ങനെ ആക്കുന്ന? എനിക്കെന്താ അന്ന് മെഞ്ഞാന്ന് ബോട്ടിൽ പോയാല് അത്ര ബംഗാരം കാണാൻ പോവില്ല. പക്ഷെ ബംഗാരം കാണണ്ടേ? ബംഗാരം കാണണമെങ്കിൽ അതിൽ പോണ്ടേ? പ്രശ്നമില്ല. പിന്നെ അതൊരു വല്ലാത്ത അനുഭവം തന്നെ. ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യണോ, അത് ചെയ്ത് കഴിഞ്ഞ് പോവില്ല. അപ്പൊ ബംഗാരത്തേക്ക് പോകുന്നവരോട് എനിക്ക് എന്താ പറയാനുള്ള? എലിപ്പാഡ് ഉണ്ടെങ്കിൽ പോകും. എലിപ്പെട്ടിയാ? എലിപ്പാഡ് അല്ല, ആടെ കാണാൻ പോകുന്നവരോട് എന്താ പറയാ? ജീവിതത്തിൽ ഒരിക്കൽ പോകണം ബംഗാർ കാണാൻ. അതൊരു വല്ലാത്തൊരു വൈബാ. ഇങ്ങനത്തെ പോകാത്ത? ഇനി ഞാൻ പോവാത്ത അങ്ങോട്ട് കപ്പ് ചെയ്ത് ബോട്ടിൽ കഴിയൂല. അതാ. എങ്ങനെയുണ്ട് ആ ബോട്ട് യാത്ര? എങ്ങനെയുണ്ട് അതിന്റെ ശരിക്കുള്ള? എനിക്ക് തോന്നിയ ഒരു അനുഭവം പറ. എനിക്ക് തോന്നി മരിച്ചിട്ട് വന്നു, മരിച്ചിട്ട് അയാത്തായിട്ട് വന്നു. അതാണ് അനുഭവം. അങ്ങനെ യാത്ര ചെയ്ത് ആന്ത്രോത്ത് ദ്വീപിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആന്ത്രോത്ത് ദ്വീപ്. അപ്പോൾ ആന്ത്രോത്ത് നിന്ന് ഇപ്പം യാത്ര പുറപ്പെടും. എന്താ ലാസ്റ്റ് ബോട്ടിൽ ആളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് ഇവിടുന്ന് പോകും. ഇത് വീണ്ടും കൽപ്പേനി പോയി കൽപ്പേനിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്ര. ഇന്നലെ കവരത്തിൽ നിന്ന് നമ്മൾ അളിയ ചോറ് കൊടുത്തയച്ചിട്ടുണ്ട്, ബിരിയാണി. അപ്പോൾ അതിൽ രാത്രി ഞങ്ങൾ കഴിച്ച് ബാക്കി ഒരു 3-4 കണ്ടെയ്നർ ബാക്കിയുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് വന്നിട്ട് ഇപ്പം ഫുഡ് കഴിക്കണം. അപ്പം അതിന് വേണ്ടി പോകണം, താഴേക്ക് പോകണം.
ഷിപ്പിലുള്ള ഒരു ചെറിയ എൻ്റർടൈൻമെൻറ്റുമായിട്ട് ഹിജാസ്, കോയ, സുഹൈൽ, റാഫിക്കൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ചായ കുടിക്കാനുള്ള തിരക്ക് ഷിപ്പിലേ. ഇന്ന് ലാസ്റ്റ് ദിവസമല്ലേ, എല്ലാവരും എത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാനും. ഇതാ കൊച്ചിയിൽ നിന്നും സൂര്യോദയം, ലൈവ് സൂര്യോദയം. സൂര്യൻ ഉദിച്ചുയരുകയാണ്. സൺറൈസ്. കപ്പലിൻ്റെ സൈഡിൽ കൂടെ ഒരു രാജാനുബാഹു പോകുന്ന കാണുന്നുണ്ടോ? വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ. അങ്ങനെ ഞങ്ങൾ കുറ്റിപ്പുറത്തെത്തി. കൊച്ചിയിൽ കപ്പലിറങ്ങി ഞങ്ങൾക്ക് ഒരു ഭയങ്കരനായ ഒരു ഡ്രൈവറെ കിട്ടി. ഞങ്ങളൊരു ടാക്സിയും പിടിച്ചിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഇനി ആരെങ്കിലും കൊച്ചിയിൽ വന്നിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഏതൊരു കാര്യത്തിനും സമീപിക്കാം. നമ്പർ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. 97506966. കൊടുത്തിട്ടുണ്ട്. ഇതാ സുഹൈല് വെഹിക്കിളുണ്ട്. ടാക്സിന്റെ ആവശ്യം വന്നാൽ സുബൈർഖാനെ വിളിക്കാം. സുബൈർക്ക് സുബൈർക്ക ഒരു സകലകല വല്ലവൻ കൂടിയാണ്. പാട്ട്, നാടകം, കല, ചിത്രരചന എല്ലാത്തിനും പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. കള്ളിനൊരു കുറവുമില്ല. അത് കുഴപ്പമില്ല. അത് വിനയ് കുമാറിനെ വിളിക്കുന്നത്. അശോക് കുമാർ. അപ്പോൾ ഈ വീഡിയോ ബ്ലോഗ് ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അടുത്ത ഗുഡ് ബൈ.